അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളുടെ അറബിക്ക് കോഴ്സ് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. പുസ്തകത്തിലെ പാഠങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആമുഖമായി ചില കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അറബി ഭാഷയിൽ 29 അക്ഷരങ്ങളാണ് ഉള്ളത്. ആ 29 അക്ഷരങ്ങളിൽ 28 അക്ഷരങ്ങൾക്കും ശബ്ദമുണ്ട്, സ്വരങ്ങളുണ്ട്. പക്ഷേ ഒരക്ഷരത്തിന് മാത്രം ശബ്ദമില്ല, അതായത് അലിഫ്. അലിഫിന് ശബ്ദമുണ്ടാവുകയില്ല. അലിഫിൻ്റെ കൂടെ ഹംസ ചേരുമ്പോഴാണ് അലിഫിന് ശബ്ദം വരുന്നത്. അലിഫിൻ്റെ മേലെ ഹംസ ഇട്ട് അതിന് ഫത്ഹ ഇടുക, അല്ലെങ്കിൽ താഴെ ഹംസ ഇട്ട് കസ്റ ഇടുക. അതേപോലെ തന്നെ മേലെ ഹംസ ഇട്ട് അതിന് ദമ്മിടുമ്പോഴാണ് അതിന് ആ ഇ ഊ എന്നുള്ള ശബ്ദം വരുന്നത്. അലിഫ് അതിൻ്റെ തനതായ രൂപത്തിൽ സുക്കൂനാണ്, അതായത് അതിന് ശബ്ദമില്ല. പക്ഷേ ബാക്കിയുള്ള 28 അക്ഷരങ്ങൾക്കും ശബ്ദമുണ്ട്. പിന്നെ അലിഫിൻ്റെ ഉപയോഗം എന്താണ്? അലിഫ് മറ്റൊരു അക്ഷരത്തെ നീട്ടുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതായത് അലിഫ് മദ്ദായിട്ട് ഉപയോഗിക്കും. പിന്നെ അലിഫിൻ്റെ ഉപയോഗം ഉള്ളത് ഹംസയുടെ വാഹകനായിട്ടാണ്. ഹംസ ഇടുമ്പോൾ എപ്പോഴും ഒരു അലിഫ് താഴെ ഇട്ടിട്ടാണ് വാവ് അല്ലെങ്കിൽ യാവൊക്കെ താഴെ ഇട്ടിട്ടാണ് ഹംസ ഇടുക. അപ്പോൾ ഹംസൻ്റെ വാഹകനായിട്ടും അലിഫ് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പം ഇതാണ് അലിഫിൻ്റെ ഉപയോഗം. ബാക്കി 28 അക്ഷരങ്ങൾക്കും എന്തുണ്ട്? 28 അക്ഷരങ്ങൾക്കും സ്വരമുണ്ട്, അതിന് ശബ്ദമുണ്ട്. അലിഫ് സുക്കൂനാണ്, അലിഫിന് ശബ്ദമില്ല. അലിഫിൻ്റെ കൂടെ ഹംസ വരുമ്പോഴാണ് അതിന് ശബ്ദം വരുന്നത്. അറബി ഭാഷയിലെ അക്ഷരങ്ങൾ ചേർന്നുകൊണ്ടാണ് വാക്കുകൾ ഉണ്ടാകുന്നത്. വാക്കിന് അറബിയിൽ പറയുന്നത് കലിമത്ത് എന്നാണ്, കലിമത്തുൻ. അപ്പോൾ എല്ലാ കലിമത്തുകളും, അതായത് അറബി ഭാഷയിലുള്ള എല്ലാ കലിമത്തുകളും, എല്ലാ വാക്കുകളും 3 ആക്കി നമുക്ക് വിഭജിക്കാവുന്നതാണ്. ഒന്ന് ഇസ്മുൻ. ഇസ്മുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാമങ്ങൾ, ഇംഗ്ലീഷിൽ നൗൺ എന്ന് പറയും. പിന്നെ രണ്ടാമത്തേത് ഫിഅലുനാണ്. ഫിഅലുൻ എന്ന് പറഞ്ഞാൽ വേർബാണ്, അതായത് കർമ്മങ്ങൾ, ക്രിയ. മലയാളത്തിൽ ക്രിയ എന്ന് പറയും, ഇംഗ്ലീഷിൽ വേർബ് എന്ന് പറയും. ചെയ്യുന്ന പ്രവൃത്തികളാണ്, അതാണ് ഫിഅലുൻ. പിന്നെ ഉള്ളത് ഹർഫുൻ, അതായത് ഇസ്മിലും ഫിഅലിലും പെടാത്ത ബാക്കിയെല്ലാം എന്താണ്? ഹർഫുകളാണ്. ഇംഗ്ലീഷിൽ അതിന് പാർട്ടിക്കിൾസ് എന്ന് പറയും. അപ്പം ഇതാണ് അറബി ഭാഷയിലെ കലിമത്തുകൾ. അറബി ഭാഷയിലെ എല്ലാ കലിമത്തുകളും നമുക്ക് ഒന്നെങ്കിൽ ഇസ്മാക്കിയിട്ട് തരംതിരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫിഅലായി തരംതിരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഹർഫായിട്ടും തരംതിരിക്കാൻ പറ്റും. ഈ 3 വിഭാഗത്തിൽ ആയിരിക്കും അറബി ഭാഷയിലുള്ള എല്ലാ കലിമത്തുകളും. അറബി ഭാഷയിലുള്ള എല്ലാ കലിമത്തുകളും ഒന്നെങ്കിൽ ഇസ്മിലായിരിക്കും, അല്ലെങ്കിൽ ഫിഅലായിരിക്കും, അല്ലെങ്കിൽ ഹർഫായിരിക്കും. അറബി ഭാഷയിലെ 70% വാക്കുകൾ അത് ഇസ്മാണ്, അതായത് നാമങ്ങളാണ്. അപ്പം ഈ 70% വരുന്ന വാക്കുകൾ നാമങ്ങളായതുകൊണ്ട് തന്നെ ഈ അറബി ഭാഷയിലെ ആദ്യത്തെ പുസ്തകം, അതായത് ഈ മദീന അറബിക് എന്നുള്ള ഈ ദുറൂസുൽ ലുഗത്തുൽ അറബിയ എന്നുള്ള ഈ ആദ്യത്തെ പുസ്തകം, ഇതിൽ ഈ ശൃംഖലയിലുള്ള 3 പുസ്തകത്തിൻ്റെ ഒരു ശൃംഖലയാണ്. ആ ശൃംഖലയിലുള്ള ആദ്യത്തെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് ഇസ്മുകളെക്കുറിച്ചാണ്, അതായത് ഈ നാമങ്ങളെക്കുറിച്ചാണ് അതിൽ കൂടുതലും പ്രതിപാദിക്കുന്നത്. അപ്പം അതായിരിക്കും നമ്മൾ ഈ പുസ്തകത്തിൽ കൂടുതലായി പഠിക്കുക. അറബി ഭാഷയിലെ എല്ലാ കലിമത്തുകളും ഒന്നെങ്കിൽ ഇസ്മായിരിക്കും, അല്ലെങ്കിൽ ഫിഅലായിരിക്കും, അല്ലെങ്കിൽ ഹർഫായിരിക്കും എന്ന് നമ്മൾ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പുസ്തകത്തിൽ ആദ്യമായി പഠിക്കുന്നത് ഇസ്മുകളെക്കുറിച്ചാണ്. പിന്നെ രണ്ടാമത്തെ പുസ്തകത്തിൽ മുതലാണ് നമ്മൾ ഫിഅലുകളെക്കുറിച്ച് കൂടുതലായി പഠിക്കുക. അപ്പോൾ ഇസ്മുകളെ കുറിച്ച് പഠിക്കാൻ നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പം എല്ലാ ഇസ്മുകളും വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നെങ്കിൽ അത് മുദക്കറായിരിക്കും, അല്ലെങ്കിൽ മുഅന്നസായിരിക്കും. ഇസ്മുകൾ ഒന്നെങ്കിൽ അത് എല്ലാ ഇസ്മുകളും ഒന്നെങ്കിൽ അത് മുദക്കറായിരിക്കും, അല്ലെങ്കിൽ മുഅന്നസായിരിക്കും. എന്താണ് ഈ മുദക്കർ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം, അതായത് മാസ്കുലൈൻ. ഇംഗ്ലീഷിൽ അതിന് മാസ്കുലൈൻ എന്ന് പറയും. അപ്പോൾ മുഅന്നസ് എന്താണ്? മുഅന്നസ് സ്ത്രീലിംഗമാണ്. അപ്പോൾ സ്ത്രീലിംഗം ഇംഗ്ലീഷിൽ അതിന് ഫെമിനൈൻ എന്ന് പറയുന്നു. അപ്പോൾ എല്ലാ ഇസ്മുകളും, അറബി ഭാഷയിലുള്ള എല്ലാ ഇസ്മുകളും നമ്മൾ എടുത്തു കഴിഞ്ഞാലും ആ ഇസ്മു ഒന്നെങ്കിൽ അത് മുദക്കറായിരിക്കും, അല്ലെങ്കിൽ മുഅന്നസായിരിക്കും. അതായത് പുല്ലിംഗമായിരിക്കും, അല്ലെങ്കിൽ സ്ത്രീലിംഗമായിരിക്കും. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ മാസ്കുലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ ഫെമിനൈൻ ആയിരിക്കും. ഇപ്പം
ബൈത്തുൻ എന്നുള്ളത് പുല്ലിംഗമാണ്. അതേ സ്ഥാനത്ത് മദ്രസത്തുൻ എന്നുള്ളത് സ്ത്രീലിംഗമാണ്. അതായത് ബൈത്തുൻ മുദക്കറാണ്, മദ്രസത്തുൻ എന്താണ്, മുഅന്നസാണ്. അപ്പം ബൈത്തുനെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ബൈത്തുനെ ഇപ്പം ഒരു വീടിനെ ചൂണ്ടിക്കാണിക്കാൻ നമ്മൾ ഹാദ ബൈത്തുൻ എന്ന് പറയുമ്പോൾ അത് എന്താണ്, ആ ഹാദയും കൂടി എന്താണ്, ഹാദയും കൂടിയും പുല്ലിംഗമാണ്, മുദക്കറാണ്. അതേ സ്ഥാനത്ത് ഹാദ മദ്രസത്തുൻ നമ്മൾ പറയില്ല. നമ്മളെന്താണ് പറയുക, ഹാദിഹി മദ്രസത്തുൻ. അപ്പോൾ ഹാദിഹി എന്തുകൊണ്ട് ഉപയോഗിച്ചു നമ്മൾ, അത് ആ മദ്രസത്തുൻ എന്നുള്ളത് മുഅന്നസായതുകൊണ്ടാണ്. അപ്പോൾ ഹാദിഹി മദ്രസത്തുൻ. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും മാറ്റം ഉണ്ടാവും. ഒരു ഇസ്മ മുദക്കറാണെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും മുദക്കറിൻ്റെ രൂപമായിരിക്കും ഉണ്ടാകുക. അതേ സ്ഥാനത്ത് ഒരു ഇസ്മ മുഅന്നസാണെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും മുഅന്നസിൻ്റെ രൂപങ്ങളായിരിക്കും ഉണ്ടാകുക. അപ്പം ഇസ്മിനെ നമ്മൾ ആദ്യമായി മുദക്കർ മുഅന്നസ് എന്ന രീതിയിൽ വേർതിരിച്ചു. ഇനി അടുത്ത വേർതിരിവിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അടുത്തതായി നാം ഇസ്മിനെ വേർതിരിക്കുന്നത് മുഫ്രദുൻ, മുസന്ന, ജംഉൻ എന്നുള്ള രീതിയിലാണ്. എന്താണ് ഈ മുഫ്രദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ, സിംഗുലർ എന്ന് പറയും ഇംഗ്ലീഷിൽ സിംഗുലർ, മലയാളത്തിൽ ഒറ്റയായിട്ടുള്ളത്. മുസന്ന എന്താണ്, മുസന്ന രണ്ടാണ്. മുസന്ന എന്ന് പറയുമ്പോൾ രണ്ടായിട്ടുള്ളത്. അപ്പോൾ രണ്ട് വസ്തുക്കൾക്ക് നമ്മൾ മുസന്ന എന്ന് പറയും. അതേപോലെ തന്നെ ജംഉൻ എന്ന് പറഞ്ഞാലോ, രണ്ടിൽ കൂടുതലായി കുറേ ഉള്ളതിന് എന്ത് പറയുന്നു, നമ്മൾ ജംഉൻ എന്ന് പറയുന്നു. അപ്പം മുഫ്രദ്, മുസന്ന, ജംഅ ഈ രൂപത്തിലും ഇസ്മിനെ നമുക്ക് വേർതിരിക്കാവുന്നതാണ്. അപ്പം ഈ വേർതിരിവിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കാരണം ഇനി വരുന്ന പാഠങ്ങളിൽ, എല്ലാ പാഠങ്ങളിലും പലതും നമ്മൾ മനസ്സിലാക്കേണ്ടതും അതേപോലെ തന്നെ പലതിൻ്റെ ഗ്രാമറും പല കാര്യത്തിൻ്റെ ഗ്രാമറും നമ്മൾ കണ്ടെത്തേണ്ടത് ഈ പദങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് ഈ മുദക്കർ, മുഅന്നസ്, അതേപോലെ തന്നെ മുഫ്രദ്, മുസന്ന, ജംഅ ഇത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. എന്താണ് മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഒറ്റ, ഒരു വസ്തുവാണെങ്കിൽ മുഫ്രദാണ്. ഇനി രണ്ട് വസ്തുവാണെങ്കിൽ എന്താണ്, മുസന്ന, അല്ലെങ്കിൽ രണ്ടാളാണെങ്കിൽ മുസന്നയാണ്. പിന്നെ രണ്ടിൽ കൂടുതലായിട്ടുള്ള വസ്തുക്കൾ, ആളുകൾ, ഇതിനൊക്കെ എന്തിനാണ് എന്താ പറയുക, ജംആണ്. അതിന് ഉപയോഗിക്കുന്ന പദം ജംആണ്. അപ്പോൾ മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഒന്ന്, മുസന്ന എന്ന് പറഞ്ഞാൽ രണ്ട്, ജംഅ എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഈ ബൈത്തുൻ എന്ന് പറയുമ്പോൾ അത് സ്ത്രീലിംഗമല്ലേ വരിക? ഈ താഴ് ലാസ്റ്റ് വരുന്നത് സ്ത്രീലിംഗമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് ഈ ബൈത്തുൻ എന്നുള്ളത് പുല്ലിംഗമാണ്, മുദക്കറാണ്. കാരണം ബൈത്തിൻ്റെ താ മഫ്തൂഹയാണ്. താ മഫ്തൂഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തുറന്ന് വെച്ചിട്ടുള്ള താ ഉണ്ടല്ലോ, പൂട്ടാത്ത താ. അതേ സ്ഥാനത്ത് മദ്രസത്തിൻ്റെ താ മർബൂത്തയാണ്. താ മഫ്തൂഹയുണ്ട്, മർബൂത്തയുണ്ട്. അപ്പോൾ ആ താ മർബൂത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൂട്ടി വെച്ചിട്ടുള്ള റൗണ്ടായിട്ടുള്ള താ. അപ്പോൾ ആ റൗണ്ടായിട്ടുള്ള താ വന്നു കഴിഞ്ഞാലാണ് ഈ മുഅന്നസിനെ മനസ്സിലാക്കാനുള്ള ഒരു അടയാളമാണ് എന്ത്, താ മർബൂത്ത എന്നുള്ളത്. അപ്പോൾ ഈ താ മർബൂത്ത വരുന്നതാണ് മുഅന്നസായിട്ടുള്ളത്. അതേ സ്ഥാനത്ത് താ മഫ്തൂഹയായിട്ടുള്ള ബൈത്തുൻ എന്നുള്ളത് അത് മുദക്കറാണ്. ഇനി താ മർബൂത്ത ഇല്ലാത്തതും മുഅന്നസ് ഉണ്ടാകാം. ഇപ്പോൾ ഖിദറുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചട്ടിയാണ്, കലം. അപ്പോൾ ഖിദറുൻ എന്താണ്, അതിന് താ മർബൂത്തൊന്നുമില്ല, പക്ഷേ അതെന്താണ്, അത് മുഅന്നസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്യണം, കുറേ കാര്യങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കാനുള്ള അടയാളം ഉണ്ടാവും, താ മർബൂത്ത് ഉണ്ടാവും. പക്ഷേ ചിലതിന് താ മർബൂത്ത് ഉണ്ടാവില്ല. ഇപ്പം ഖിദറുൻ എന്നുള്ളത് കലമാണ്, പക്ഷേ അതെന്താണ്, അത് മുഅന്നസാണ്. ഖിദറുൻ എന്നുള്ളതിന് ഇതില്ല, താ മർബൂത്ത് ഇല്ല. പക്ഷേ അത് നമ്മൾ എന്താക്കണം, അത് ബൈഹാർട്ടാക്കിയിട്ട് പഠിക്കേണ്ടതാണ്. അതെവിടെ ഖിദറുൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് മുഅന്നസാന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. അത് ബൈഹാർട്ടാക്കി, അറബികൾ എങ്ങനെയാണ് ഉപയോഗിച്ചത് അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കാമെന്നേ ഉള്ളൂ. ചില കാര്യത്തിൽ നമുക്ക് അടയാളങ്ങളുണ്ടാവും. അത് നമ്മൾ പിന്നീട് പഠിക്കും ഇൻഷാ അല്ലാഹ്. മുഅന്നസും മുദക്കറും എങ്ങനെയാണ് വേർതിരിക്കേണ്ടത് എന്ന് ഒക്കെ അടുത്തതായിട്ടുള്ള പാഠങ്ങളിൽ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് അറബിയിലുള്ള സ്വര ചിഹ്നങ്ങളെക്കുറിച്ചാണ്. മലയാളത്തിൽ നമുക്ക് സ്വരാക്ഷരങ്ങളാണുള്ളത്. 13ഓളം സ്വരാക്ഷരങ്ങൾ മലയാളത്തിലുണ്ട്, അ ആ ഇ ഈ ഉ എന്നൊക്കെയുള്ള. അതേ സ്ഥാനത്ത് അറബിയിൽ നമുക്ക് സ്വരചിഹ്നങ്ങളാണ്. അതായത് അക്ഷരങ്ങളുടെ മേൽ 28 അക്ഷരങ്ങളുടെ മേൽ സ്വരചിഹ്നങ്ങൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ആ ഇ ഉ എന്നുള്ള സൗണ്ട് വരും. അപ്പം ഈ ലൊമ്മ ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, ആദ്യം നമുക്കിവിടെ ലൊമ്മയാണുള്ളത്. ലൊമ്മ ഇട്ട് കഴിഞ്ഞാൽ ഊ എന്നുള്ള സൗണ്ട് വരും. ഫത്ഹ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എന്നുള്ള സ്വരം വരും.
അതേപോലെ തന്നെ കസറ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്നുള്ള സ്വരം വരും. അപ്പോൾ ഈ വമ്മനെ നമുക്ക് കുറച്ചൊന്ന് നീട്ടിയിട്ട് ദീർഘിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്താണ് കൊടുക്കുക? വാവ് മദ്ദ് കൊടുക്കും. അതായത് വാവ് ഇട്ട് കൊടുക്കും. അതിൻ്റെ അക്ഷരത്തിൻ്റെ കൂടെ വാവ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും? അക്ഷരത്തിൻ്റെ ഊ എന്നുള്ള സൗണ്ട് കുറച്ച് ദീർഘിപ്പിച്ച് കിട്ടും. അതേപോലെ തന്നെ ഫത്ഹ ഉള്ളൊരു അക്ഷരത്തിന് അലിഫിട്ട് കൊടുത്താൽ ആ എന്നുള്ള ശബ്ദം ദീർഘിപ്പിച്ച് കിട്ടും. അതേപോലെ തന്നെ കസ്ര ഉള്ളൊരു അക്ഷരത്തിൻ്റെ കൂടെ നമ്മൾ യാ ഇട്ട് കൊടുത്താൽ എന്തായി? ഈ എന്നുള്ള ശബ്ദം ദീർഘിപ്പിച്ച് കിട്ടും. ഈ 3 സ്വരങ്ങളും ഇല്ലാത്ത 3 സ്വരമില്ലാത്തൊരവസ്ഥ, ഒരു അക്ഷരത്തിന് ഒരു സ്വരവുമില്ല, അങ്ങനെയുള്ള അവസ്ഥക്കാണ് നമ്മൾ സുക്കൂൻ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മൾ ബേസിക്കായിട്ട് നമ്മുടെ പാഠങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിൽ കേട്ട് മനസ്സിലാക്കുക. എന്നിട്ട് ആദ്യത്തെ പാഠത്തിനായി റെഡി ആയിരിക്കുക. സമയം കിട്ടുമ്പോൾ അടുത്ത പാഠവുമായി ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.